സുഹൃത്തുക്കളെ നമസ്കാരം. മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാൻ ഒരു നാടൻ പണി ചെയ്യുന്ന നാടൻ പണിയെടുത്ത് ഉപജീവനം മാർഗം നോക്കുന്ന സുശീല എന്ന് പറയുന്ന 62 വയസ്സുള്ള ഒരു അമ്മ അത്യാവശ്യം പണിയെടുക്കുമ്പോഴൊക്കെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പോൾ ആ മൂളിപ്പാട്ട് എല്ലാവരും കേൾക്കുമ്പോൾ അമ്മയോട് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിപ്രായങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചാനലിലൂടെ നമുക്ക് ആ പാട്ടൊന്ന് ആസ്വദിക്കാം. നമുക്ക് ആ അമ്മേനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. ഹലോ അമ്മ, നമസ്കാരം. അറിയോ? അറിയും. പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരിൽ സിനിമയിലും എല്ലാത്തിലും അഭിനയിച്ചിട്ടും നാടൻപാട്ടിലൂടെയും അറിയപ്പെടുന്ന ഒരു വ്യക്തി ആ സാറാണ്. അതിനെക്കുറിച്ചിരിക്കുന്ന നല്ല അഭിപ്രായമുണ്ട്. പലരും അങ്ങനെ അഭിപ്രായങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടു. ഞാനും അമ്മയുടെ മുമ്പിൽ വന്നു അല്ലേ അല്ലേ? അപ്പൊ അമ്മയും പലരും ഇങ്ങനെ പറഞ്ഞു ഒക്കെ കേട്ടിട്ടുണ്ട്. സുശീല അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ പാട്ടുകാരി നമ്മുടെ ബഹുമാനപ്പെട്ട സുശീല ചേച്ചിയാണ് ഓർമ്മ വരുന്നത്. എങ്കിലും അന്നേരം ആ ക്ലാസ്മേറ്റിൽ പോയി കഴിഞ്ഞതാണെങ്കിൽ അവിടം വരെ അല്ലേ? അന്നൊരു കാലഘട്ടങ്ങളിൽ അത് പോകാൻ പറ്റിയില്ല, പാടാൻ പറ്റിയില്ല. അതുകൊണ്ട് 10 വയസ്സായ മുതൽ നമ്മൾക്ക് ഇപ്പൊ 62 വയസ്സിന്റെ ഉള്ളിലാണ് ഇപ്പൊ. അതെ, ചിലർക്ക് അങ്ങനെയമ്മ. എന്താ കാരണം വെച്ചാല് ഈ വാർത്തകത്തിൽ എത്തുമ്പോഴായിരിക്കും ചില യോഗങ്ങളൊക്കെ വന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ കൂടി എന്താ പറയാ, 10 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ നല്ലൊരു വയസ്സും പാട്ട് പാടാനും നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു ക്യാരക്ടറായിട്ട് നമ്മള് ഒന്ന് കണ്ട സിനിമ പോലും കണ്ടു കഴിഞ്ഞാൽ മുഴുവനും പാട്ട് പാടും. ആട് മേയ്ക്കുമ്പോഴും അന്വേഷിച്ച് പറഞ്ഞ ആട് മേയിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയങ്ങളിൽ സ്കൂളിൽ പോകാൻ പറ്റാന്ന് അങ്ങനെ ഇരിക്കുമ്പോഴും എനിക്ക് നല്ലൊരു പാട്ടിനെ കൊണ്ട് ഭയങ്കര ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ പറഞ്ഞാൽ ആട് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് മനസ്സ് തുറന്ന് വൈകാട്ടായിട്ട് പാടിക്കൊണ്ടിരിക്കും. അത്രയും ഒരു ഇഷ്ടമാണ് പാട്ട്. അതെ അതെ അതെ. എന്ത് തന്നെ ആയാലും തെറ്റോ ശരിയോ അത് നമ്മൾ പാടുമ്പം ആവർത്തിക്കുമ്പോൾ നമുക്ക് ഓരോ കഴിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളാരും കഴിവുള്ളവരൊന്നും അല്ല. കഴിവ് നമ്മൾ ദൈവം കൊണ്ടുവരുന്നതാ, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഓരോ കഴിവുകൾ. എങ്കിൽ തന്നെ നമുക്ക് ഒരു കാര്യം പറയാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ നന്മയേറിയ സഹോദരന്മാർക്ക് സഹോദരികൾക്കും ഒക്കെ അമ്മയുടെ ഒരു പാട്ടൊന്ന് കേൾക്കാം. ആദ്യം ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ആദ്യം ഞാനിപ്പോ സ്വാതന്ത്ര്യത്തിലെ ഉണ്ണി ബാബു എന്ന് പാട്ട് കേൾക്കുമ്പം സാധാരണ തൊട്ടിലും കുട്ടീനെ ആട്ടുകയും ചെയ്യും. അതിനൊപ്പം ആട്ടുന്ന അമ്മയും ഉറങ്ങിപ്പോകുന്ന ഒരു പാട്ടാണ്. കേരളം മൊത്തം ഉറങ്ങിയ ഒരു പാട്ടാ ഉണ്ണി ബാബു എന്നുള്ള പാട്ട് അല്ലേ? അപ്പൊ എന്തായാലും അതൊന്ന് പൊളിക്കാൻ നമുക്കൊന്ന് കേൾക്കാം. അതെ, അത് കുഴപ്പമില്ല. അറിയാവുന്ന കുറച്ച് ഒന്ന് പാടിയോ? പിന്നെ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ഉണ്ണി വാവാവോ വാവേ വാവാവോ മുകിലമ്മേ മഴവില്ലുണ്ടോ മയിലമ്മേ തിരുമുടിയുണ്ടോ പൊന്നുണ്ണി കണ്ണിനു സേമണി കണി കാണാൻ പോരോ അലഞ്ഞുറയും പൂങ്കാറ്റേ അരമണിയും ചാട്ടി വരൂ എന്നുള്ളിൽ കണ്ണനുറങ്ങാൻ വാവാവോ പാടി വരൂ വാവാവോ പാടി വരൂ ഉണ്ണി വാവാവോ വാവേ വാവാവോ ഇളവന്നൂർ മഠത്തിലെ ഏനക്കുയിലെ മാറിൽ കളപ്പക്കോട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നിൽ വീസുവൻ വേടക്കാറ്റിൻ വിസുറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഏനക്കുയിലെ കളിവെള്ളം കെട്ടിട്ടു പുഴക്കടവിൽ മലരണി വാകച്ചൂട്ടിൽ മയങ്ങുമ്പോ കളിവെള്ളം കെട്ടിട്ടു പുഴക്കടവിൽ മലരണി വാകച്ചൂട്ടിൽ മയങ്ങുമ്പോ കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ നീയൻ കളിവാക്ക് പറഞ്ഞില്ലേ കനവിന്റെ കളിത്തേര് വന്നില്ലേ കളിവാക്ക് മഠത്തിലെ മാറിൽ കളവ് കോട്ടണിയും തുറക്കുമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ
വിസറിയുണ്ടോ ഇലവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. 15-ാം വാവിലെ പാലഴി തിരമാല പടകളി മുറ്റത്ത് തീ വിളിക്കുന്നു. 15-ാം വാവിലെ പാലഴി തിരമാല പടകളി മുറ്റത്ത് തീ വിളിക്കുന്നു. ഉള്ളിലെ കരമുണ്ട് പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നോട്ടെ. ഉള്ളിലെ കരമുണ്ട് പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നോട്ടെ. ഭവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളവ് കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നിൽ വീസുവാൻ വേടക്കാറ്റിൻ വിസറിയുണ്ടോ ഇലവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. അപ്പൊ ഈ അമ്മയ്ക്ക് അത്യാവശ്യമൊക്കെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്കൂളിൽ പഠിച്ച സമയങ്ങളിൽ കുറച്ചും കൂടെയൊക്കെ ഈ പാട്ടിന് വേണ്ടി പാടാനും പഠിക്കാനൊക്കെ ശ്രമിച്ചുകൂടാന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അമ്മയെ കൊണ്ട് കുഴപ്പമില്ല. അച്ഛൻ പഠിപ്പിക്കാനും താമസിച്ച് പഠിപ്പിക്കാനും സാറുമാരൊക്കെ വിളിച്ചതൊക്കെ ആയിരുന്നു. കുട്ടി നല്ല പഠിക്കാനും പാട്ട് പാടാനും നല്ലൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് വിടാൻ സമ്മതമില്ല. അന്നൊക്കെ ആ കാലഘട്ടങ്ങളിൽ അച്ഛന് വലിയൊരു പുച്ഛം പോലെയൊക്കെ തോന്നിയിട്ടാണ് എനിക്ക് പോകാൻ പറ്റാഞ്ഞത്. പിന്നെ 5-6 മാസം വരെയാണ് പോയത് 5-ാം ക്ലാസ്സിൽ. 4-ാം ക്ലാസ്സിൽ മുഴുവൻ പാടി ഇരുന്നെങ്കിലും ഞാൻ ഗ്രില്ല് കുട്ടികളെ കളിക്കാൻ വിടുന്ന സമയങ്ങളിൽ ഞാനിരുന്ന് പാടുമ്പോൾ ഈ 4 ക്ലാസ് കുട്ടികളും എന്നോടൊപ്പം വന്ന് ചേർന്നിട്ട് അപ്പം മേഷൻ എന്ന് പറയും, മുഹമ്മദ് മേഷൻ അപ്പം മേഷൻ എന്ന് പറയുന്ന 2 മാഷന്മാരെന്നെ വിളിച്ച് പാട്ട് പാടി. ക്ലാസ് മാഷ് ഗോൾ മാഷാണ്. അമ്മേശ് പറഞ്ഞാൽ അങ്ങനെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് വരുത്തിയിട്ട് അപ്പോൾ അന്നേരം ഒരു പാട്ടൊക്കെ പാടിയതാണ്. അന്ന് പാടിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എന്താ പറയുക ആ അവസ്ഥയിൽ എനിക്കിപ്പോൾ ഇതുവരെയ്ക്കൊന്നും ഒന്നിനും പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയുക അങ്ങനത്തെ കാലഘട്ടമാണ് ഞാൻ സാർക്ക്, അതുകൊണ്ട് പോകാൻ പറ്റാം. ഇപ്പോഴാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം. സമയമൊക്കെ വൈകിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ പാടും, എൻ്റെ ചേച്ചി പാടും, ചേച്ചിയുടെ മക്കളൊക്കെ പാട്ടുകാരിയായിരുന്നു. ചേച്ചി തന്നെ വെച്ചിട്ട് നല്ല വയസ്സുണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ നന്നായി പാടിക്കൊണ്ടിരുന്നതാണ്. അവരുടെ മക്കളും അതെ നന്നായി പാടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു. ഒരു എന്താ പറയാ പുതിയൊരു ലോകത്തേക്ക് വരാൻ ഒരു കഴിവില്ല, നമ്മൾക്കും കഴിയുന്നില്ല. ചില കഴിവുകളും ചില നമ്മുടെ ഇതൊന്നും ചില സമയങ്ങളിൽ എത്തിപ്പെടാനൊക്കെ വൈകും. ചിലപ്പോൾ ചില സമയങ്ങളായിരിക്കും നമുക്ക് അനുകൂലമായിട്ട്. കണ്ണമ്പ്ര ശ്രീ കുടുംബ അമ്പലത്തിന്റെ തെക്കുവശം എൻ്റെ വീട്. അയ്യപ്പൻ തങ്കാന്ന് പറയുന്ന എൻ്റെ 3 പെൺമക്കളാണ്. അതിൽ 2ാമത്തെ മോളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് പഠിക്കാനും ഒന്നും പറ്റിയില്ല. ശരി, എന്തായാലും അമ്മേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അന്നേരം തെരുവ് ഗീതം എന്നുള്ള സിനിമയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രേം സാറും അടൂർ സാറൊക്കെ അന്ന് ഷൂട്ടിങ്ങിന് വരുമായിരുന്നു ആ ഭാഗത്ത്. അപ്പൊ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഓടും, ഇതേ കാർ വന്നു, ഇതേ അവര് വന്നു എന്ന് പറയുമ്പോ ആ ഷൂട്ടിങ്ങിൽ കാണാനും പാടാനും എന്ന് അവർക്ക് ഒരു സീന് തെരുവ് ഗീതം ആ സിനിമ. പിന്നെ അന്നേരം അവർക്ക് അത് ഫുള്ളായിട്ട് റിലീസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പല ഭാഗങ്ങളിലാണ് റിലീസ് ചെയ്തു തന്നെ. പിന്നെ അന്നേരം പിന്നെ നമ്മുടെ ജയസൂരൻ സാറും കുട്ടിയും പിന്നെ കുഞ്ചാപ്പം സാർ കുട്ടിയും കൂടിയിട്ടാണ് പിന്നീട് ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഈ ഇടയ്ക്ക് തറവാട്ട് വീട്ടില് അമ്പലത്തിന്റെ അവിടെയും വെച്ചിട്ട് ഞാൻ ആ തറവാടിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത ഏത് പാട്ടാണ് അമ്മ പാടാൻ പോകുന്നത്? അടുത്ത ഒരു പാട്ട് എന്ന് വെച്ച് പറഞ്ഞ ഡാഡി ഡാഡി എന്നുള്ളത് എസ് ജാനകി അമ്മ പാടിയൊരു പാട്ടാണ്. അതൊന്നും കുഴപ്പമില്ല, മിസ്റ്റേക്ക് വന്നാൽ ക്ഷമിക്കാവുന്നതല്ലേ, മനുഷ്യരല്ല. പാടിക്കോളൂ. ഡാഡി ഡാഡി ഓ മൈ ഡാഡി ഒന്നെ കണ്ടാലേ ആനന്ദമേ
ബേട്ടാ ബേട്ടാ മേരെ ബേട്ടാ എന്തെന്നാനന്ദം ഉന്നോട് உன் பேரு சொன்னாலே உன் பேச்சை எடுத்தாலே அம்மாவும் புலி போலே பாயுது உன் பேரு சொன்னாலே உன் பேச்சை எடுத்தாலே அம்மாவும் புலி போலே பாயுது அது என்ன தப்பு சஸ்பென் என்கிட்ட சொல்லு நோ நோ சொல்லாமல் போனால் விடை மாட்டேப்பா டாடி டாடி ஓ மை டாடி அது சொன்னாலும் புரியாதம்மா சிரிக்கும்போது கூட சிரிக்கான் 1000 பேர் வரும் கரையும்போது கூட கரையான் மாத்திரம் வரும் மாத்திரம் வரும் സുഖമൊരു മാവരും വിരുന്നുകാരൻ സുഖമൊരു മാവരും വിരുന്നുകാരൻ ദുഃഖമോ എൻ്റെ സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ കരയുമ്പോൾ കൂടെ കരയാൻ മാത്രം വരും അടിപൊളി. കാരണം തന്നെ അല്ലേ നല്ല ഒരു സംഭവമാണ്. അതങ്ങനെ അങ്ങനെ തമിഴ് പാട്ട് 2 വരി ഒന്ന് പാടിയേ, അറിയാവുന്ന 2 വരി. അറിയാവുന്ന പാട്ട് 2 വരി. അങ്ങനെ 2 വരി മതി, പാടിക്കോളൂ. പരുത്തി എടുക്കയിലേ പല നാളും ഒറ്റയിരിക്കയിലേ ഓടി വന്നാലാകാതോ ഒറ്റയിരിക്കയിലേ ഓടി വന്നാലാകാതോ ഓടിത്താൻ വന്നിരുപ്പേൻ நான் உன்னை மட்டும் பார்த்திருந்தேன் திருத்தான் வந்திருந்தேன் தெரியலே முன்னாடி திருத்தான் வந்திருந்தேன் தெரியலே முன்னாடி பருத்தி எடுக்கையிலே പല നാടും പാർത്തമിച്ചം. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ അമ്മയുടെ പാട്ടുകൾ കേട്ടു. അമ്മ ഒരേ പാട്ട് പാടുമ്പോഴും പറയാറുണ്ട് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പാട്ടുകാരിയല്ല കേട്ടോ. അപ്പോൾ ഇനി പാട്ടുകാരി ആവണമെങ്കിൽ നിങ്ങളെല്ലാവരും വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തവരും ഈ കൂലിപ്പണിയെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉപജീവന മാർഗം വെയിലും കൊണ്ട് ഇപ്പം രാഷ്ട്രപാടിയ നല്ല വീശറി വേണം, ഇപ്പോഴത്തെ സമയം ചൂടല്ലേ. അപ്പോൾ എന്ത് തന്നെയായാലും അമ്മയെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ആഗ്രഹങ്ങൾ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു ചെറുപ്രായത്തിൽ. അതൊക്കെ എന്താ പറയുക, പ്രായം പരിധി എത്തി. ഇനി അതൊന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും 10 പേരെ അറിയണം ഇങ്ങനെ ഒരു ഗായിക, ഇങ്ങനെ ഒരു സ്വരമുള്ള ഒരു അമ്മ നമ്മുടെ നാട്ടിലുണ്ട് വടക്കഞ്ചേരിയിൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ, ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അമ്മയെ സഹായിക്കാൻ മറക്കരുത് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.